ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. സുഖമല്ലേ എല്ലാവർക്കും? നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ പാർട്ട് 2 ആദ്യത്തെ ചാപ്റ്ററാണ് ജീവികളിലെ രാസസംവേദനം. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ രാസസംവേദനം എന്ന് വെച്ചാൽ എന്തോ രാസവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവം അല്ലേ. അപ്പം നമ്മുടെ ജീവശാസ്ത്രത്തിലെ എന്താണ് രാസവസ്തു, അല്ലെങ്കിൽ ജീവശാസ്ത്രം ബയോളജിയിൽ രാസവസ്തുക്കൾ എന്ന പേരിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഹോർമോണിനെ കുറിച്ചാണല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ പലതരം സസ്യ ഹോർമോണുകളെക്കുറിച്ചും ജന്തു ഹോർമോണുകളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ഡിസ്കവറി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ അദ്ദേഹം, ഞാനിത് ലൈൻ ബൈ ലൈൻ വായിക്കുന്നില്ല കേട്ടോ, പറഞ്ഞു തരാം. ഹോളണ്ടിലുള്ള ഒരു സസ്യശാസ്ത്രജ്ഞനായിരുന്നു FW വെൻറ്റ് എന്ന പേരുള്ള ഒരു സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഫ്രിറ്റിസ് വാട്ട്മൻ എന്നാണ് കേട്ടോ. ഫ്രിറ്റിസ് വാട്ട്മൻ വെൻറ്റ് എന്നാണ്. ഫ്രിറ്റിസ് FW എന്നാണല്ലോ. സോ ഫ്രിറ്റിസ് വാട്ട്മൻ വെൻറ്റ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കേട്ടോ. ഫ്രിറ്റിസ് വാട്ട്മൻ വെൻറ്റ്. ഇദ്ദേഹം സസ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുകയാണ്. ഇതെന്താണ്, ഇവർ ദിനംപ്രതി ഇങ്ങനെ വളരുന്നുണ്ടല്ലേ സസ്യങ്ങൾ. നോർമലി ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിലെ വളർച്ച കുറച്ചുകൂടെ വേഗത്തിലാണ് അല്ലേ, ഫാസ്റ്റ് ഗ്രോത്താണ് സസ്യങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനിടെ അദ്ദേഹം ചെറിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു. എന്താ ചെയ്തേ? ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്നത് 1928 കേട്ടോ. 1928 FW വെൻറ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഓട്സ് സസ്യത്തിൻ്റെ ബീജശീർഷാഗ്രം, എന്താ ഇത്ര വലിയ പേരൊക്കെ എന്ന് വിചാരിക്കുകയാണല്ലേ. ഓട്സ് ഇതാണ് കേട്ടോ, ഓട്സ് ചെടി. ഓട്സ് അറിയാമല്ലോ, അതിൻ്റെ ചെടി ഇതാണ് അതിൽ കാണുന്ന ഓട്സ്. ഇതാണ് അതിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം, ഓട്സ്. ഇതിൻ്റെ ബീജശീർഷ അഗ്രം, പേരിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ബീജം എന്ന് വെച്ചാൽ സീഡാണല്ലേ, വിത്താണ്. അതിൻ്റെ ശീർഷം എന്ന് വെച്ചാൽ ശീർഷം എന്ന് വെച്ചാൽ നമുക്കറിയാം തലയാണ്, അതായത് ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന ഭാഗമാണല്ലേ ശീർഷം, അതിൻ്റെ അറ്റം അഗ്രം. അപ്പോൾ എന്താണ് ബീജശീർഷാഗ്രം? ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഓട്ടിൻ്റെ വിത്ത്. ഈ ഭാഗമാണ് വിത്ത്. ഓക്കെ, അത് നമുക്കറിയാം, ഏതൊരു വിത്തും നമ്മൾ മുളയ്ക്കാനിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ മുള പൊട്ടും അല്ലേ, സ്പ്രൗട്ട് ചെയ്യും, മുളയ്ക്കും, അതായത് മുള പൊട്ടും. അപ്പോൾ താഴേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ താഴേക്കൊരു വളർച്ചയുണ്ടാകും, ആൻഡ് നമ്മുടെ മുകളിലേക്കും ഇങ്ങനെ ഒരു വളർച്ചയുണ്ടാകും. ഇതിൽ മുകളിലേക്കുള്ള ഈ ഭാഗം എന്താവും? അതിൻ്റെ സ്റ്റെം, അതിൻ്റെ കാണ്ഡം, ഇല, കായ, പൂക്കൾ തുടങ്ങിയ ഭാഗം, അതിന് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. ഷൂട്ട് സിസ്റ്റം. അപ്പം പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും, ഇല, കാണ്ഡം, കായ, പൂക്കൾ, ഇതെല്ലാം ഈ ഭാഗത്ത് വരും. അപ്പോൾ താഴേക്കുള്ളത് എന്താണ്? ഇത് നമ്മുടെ വേരായിട്ട് മാറുന്ന ഭാഗമാണ്. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ താഴേക്കും മേലേക്കും ഇങ്ങനെ മുള പൊട്ടുന്നുണ്ട്, അതായത് അതിങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ മുകളിലുള്ള ഈ ഭാഗം, ഇതിനെ നമ്മൾ പ്ലൂമ്യൂൾ എന്നാണ് കേട്ടോ പറയാം. പ്ലൂമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം. ഓക്കെ, ബീജശീർഷം മുകളിലേക്ക് വരുന്നത്. ഓക്കെ, ഇതിനൊരു കവറിങ് ഉണ്ട്, ഇതിനെ പൊതിഞ്ഞ്, ഓക്കെ, ബീജശീർഷത്തെ പൊതിഞ്ഞ് ഒരു ആവരണം പോലെ ഒരു ചെറിയൊരു ഭാഗം, അതിൻ്റെ അഗ്രഭാഗം, അതിനെയാണ് ബീജശീർഷ അഗ്രം എന്ന് പറയുന്നത് കേട്ടോ. ബീജശീർഷാഗ്രം. അപ്പോൾ വെൻറ്റ് എന്താ ചെയ്ത്? ഈ ബീജശീർഷാഗ്രത്തെ അങ്ങ് മുറിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് നോക്കാം കേട്ടോ. ഇതാണ് ഓട്സിൻ്റെ വിത്ത്. അതിനങ്ങനെ മുള പൊട്ടി. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഭാഗം, അത് അദ്ദേഹം മുറിച്ചെടുത്തു. എന്നിട്ട് ജെല്ലി പോലുള്ള ഒരു പദാർത്ഥമായ അഗാറിൻ്റെ കട്ടയിൽ സൂക്ഷിച്ചു. അപ്പോൾ നമുക്ക് സംശയം വന്നല്ലേ, എന്താണ് അഗാർ? അഗാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഗ അല്ലെങ്കിൽ പായൽ, നമ്മൾ ആൽഗ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പായലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ജെല്ലി പോലുള്ള ഒരു പദാർത്ഥമാണ് കേട്ടോ അഗാർ. ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഒരു അഗാറിൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ അഗാറിൻ്റെ കട്ട എന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ കൂടുതലും ബയോളജിക്കൽ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ലാബുകളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അഗാർ. എന്തെങ്കിലുമൊക്കെ വളർത്താൻ, കൾച്ചർ ചെയ്യാൻ, ബാക്ടീരിയകളൊക്കെ കൾച്ചർ ചെയ്യാനൊക്കെ നമ്മൾ അഗാർ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അഗാറിൻ്റെ കട്ടയിൽ അദ്ദേഹം സൂക്ഷിച്ചു കേട്ടോ. എന്തിനാ സൂക്ഷിച്ചത്? ബീജശീർഷാഗ്രത്തെ. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം, കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു?
അതിൻ്റെ ആ അകാറിനെ മുറിച്ചെടുത്തു. ഈ ബീജശീർഷാഗ്രം വെച്ചിരിക്കുന്ന ആ അകാറിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. എന്നിട്ട് ഇത് കണ്ടോ, ഓട്സിൻ്റെ ഈ വിത്തിൻ്റെ അഗ്രം മുറിച്ച ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടെ സൂക്ഷിച്ചു. ഇത് സൂക്ഷിച്ച് വെച്ച പിക്ചറാണ്, അകാറിലിട്ട് സൂക്ഷിച്ചു വെച്ചു. അതിങ്ങനെ അകാർ അതിനകത്ത് തന്നെ എന്തോ ഒരു വളർച്ച അദ്ദേഹം കാണുന്നുണ്ട്, പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന്, അതായത് ഇതാണല്ലോ വിത്ത്, ഈ റൗണ്ടിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഓട്സിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. അത് ഇവിടെയാണ് ബീജശീർഷാഗ്രം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് മുറിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയത്. ഓക്കെ. എന്നിട്ട് ഈ ബ്ലോക്ക്, അതായത് അകാറിൻ്റെ ഈ കട്ട തിരിച്ച് ഇവിടെ കൊണ്ടുവച്ചു. അകാറാണ് കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. മുറിച്ചെടുത്ത ബീജശീർഷാഗ്രം ഉൾപ്പെടുന്ന ആ അകാറിനെ ഇവിടെ വെച്ചു. അപ്പോൾ അത്ഭുതകരമായിട്ട് ആ അകാറ ഇവിടെ വെച്ചാലേ, പക്ഷെ അവിടെ നിന്ന് അതിന് ഇലകൾ, അതായത് സ്റ്റെം, കാണ്ഡത്തിൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായി അത്ഭുതപ്പെട്ടു. കാരണം അതിനകത്ത് അകാറിൻ്റെ ആ ബ്ലോക്കിനകത്ത് എന്തുണ്ടായിരുന്നു? നമ്മൾ ബീജശീർഷാഗ്രം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ അദ്ദേഹം വീണ്ടും ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. ഈ ബ്ലോക്കിനെ എടുത്ത്, അതായത് അകാറിൻ്റെ ഈ ബ്ലോക്കിനെ സൈഡിലേക്ക് കൊണ്ടുപോയി വെച്ചു. കണ്ടോ, സൈഡിലേക്ക് വെച്ചു. അപ്പോൾ സൈഡിലേക്ക് ആ സ്റ്റെമ്മിൻ്റെ ശാഖ, അല്ലെങ്കിൽ ആ ഒരു ചെടി സൈഡിലേക്ക് വളരുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എന്ത്, ഇങ്ങനെ ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന എന്തോ ഒരു സാധനം, എന്തിൽ, അകാറിലല്ല കേട്ടോ, ബീജശീർഷാഗ്രത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന ആദ്യത്തെ സാധനമാണല്ലോ ബീജശീർഷാഗ്രം. അപ്പം ഇതെവിടെയാണ് വെക്കുന്നത്? അത് അങ്ങോട്ട് വളരുകയാണ്. അപ്പം എന്തോ ഒരു സാധനം ഇതിനകത്തുണ്ട്, വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം അതൊരു രാസവസ്തുവാണ്. കാരണം എന്താ, അകാറിൽ വെച്ചപ്പോൾ അകാറിലോട്ട് ഈ രാസവസ്തു പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ അകാറ് വെച്ചപ്പോഴും അത് വളർന്നത്. ഓക്കെ. അപ്പം ആദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യമായിട്ട് ഹോർമോൺ കണ്ടുപിടിച്ചത്, നമുക്കതിലേക്ക് പിന്നെ വരാം. ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് വെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഫ്രിറ്റിസ് വാൾട്ട്മൻ വെൻ്റ് എന്നാണ്. ഈ എക്സ്പെരിമെൻ്റ് അദ്ദേഹം ചെയ്തത് 1928 ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. വെൻ്റ്, FW വെൻ്റ് എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഓർത്തു വെക്കുക. ആൻഡ് ആ വർഷം ഓർത്തു വെക്കുക. ബീജശീർഷം എന്നാൽ വിത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഭാഗമാണ്, മുകളിലേക്ക് വളരുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് അകാറാണ് ഈ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. അകാർ എന്നത് എന്താണ്? പായലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ജെല്ലി പോലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു പദാർത്ഥമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഈ അകാർ എവിടെയൊക്കെ വെച്ചോ അവിടെ നിന്ന് ഈ ചെടിയിൽ വളർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എന്താണ്, ബീജശീർഷാഗ്രമാണല്ലോ അകാറിൽ വെച്ചിരുന്നത് കുറച്ച് മണിക്കൂർ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ബീജശീർഷാഗ്രത്തിൽ നിന്നും അകാറിലേക്ക് എത്തിയ രാസവസ്തു. ഓക്കെ. ഈ ബീജശീർഷാഗ്രത്തിൽ നിന്നും അകാറിലേക്ക് ഏതോ ഒരു രാസവസ്തു എത്തിയിട്ടുണ്ട്. ആ രാസവസ്തുവാണ് സസ്യാഗ്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടയാക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ രാസവസ്തുവിനെ ഓക്സിൻ എന്ന പേരിട്ടു. അപ്പം ഇതാണ് ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോൺ. ഓക്കെ. ഓക്സിൻ എന്ന രാസവസ്തുവാണ് ഈ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഏതോ ഒരു രാസവസ്തുവാണ് ഈ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ആ രാസവസ്തുവിനെ അദ്ദേഹം ഓക്സിൻ എന്ന പേരിട്ടു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം കേട്ടോ. അതായത് ഏത് ഹോർമോണാണ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത്, അതിൻ്റെ ഉത്തരമാണ് ഓക്സിൻ. അപ്പോൾ ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോണാണ് ഏത്? ഓക്സിൻ. ഓക്കെ. ഇത്രയും കാര്യം മനസ്സിലായി. അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അങ്ങനെ വെച്ചത് കൊണ്ടാണല്ലോ, അഗ്രത്തിൽ വെച്ചപ്പോൾ അഗ്രഭാഗത്തേക്ക് വളർന്നു, ഏറ്റവും ടിപ്പിൽ വെച്ചപ്പോൾ അങ്ങോട്ട് വളർന്നു. അപ്പോൾ ഈ രാസവസ്തു അല്ലെങ്കിൽ ഓക്സിൻ എന്ന ഈ സാധനം, ഈ ഹോർമോൺ, അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? വളർച്ചയെ സഹായിക്കുക. അപ്പം നമുക്ക് ഇവിടെ പഠിക്കാം, ഓക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത് FW വെൻ്റ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഈ പരീക്ഷണം അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് 1928 എന്നുള്ള കാര്യം ഓർത്തു വെക്കുന്നു. അടുത്ത കാര്യം എന്താണ്? ഇതിൻ്റെ ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോണാണ് ഓക്സിൻ. ഇതിനെ കണ്ടുപിടിച്ചത് വെൻ്റ്, വർഷം 1928. ആദ്യമായി കണ്ടുപിടിച്ച രാസവസ്തു അല്ലെങ്കിൽ ഹോർമോണിൻ്റെ പേരാണ് ഓക്സിൻ. ഈ ഒരു
3 കാര്യം ഇവിടെ ഓർത്തു വെക്കുക. ആൻഡ് ഇത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചപ്പോൾ അദ്ദേഹം കണ്ടു അല്ലേ, വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്ന്. അപ്പോൾ ഓക്സിന്റെ ധർമ്മം എന്താണ്? വളർച്ചയ്ക്ക്, സസ്യ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. പ്രധാനമായും അതിൻ്റെ ഷൂട്ട് സിസ്റ്റം, അതായത് കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും, നമ്മൾ റൂട്ട് സിസ്റ്റം എന്ന് പറയും അല്ലേ, വേരിൻ്റെയും വളർച്ചയ്ക്കാണ് ആര് സഹായിക്കുന്നത്? ഓക്സിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നത് പ്രധാനമായിട്ടും കേട്ടോ. വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പം ഇത്രയുമാണ് ആദ്യത്തെ പാരാഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം മനസ്സിലായല്ലോ, എന്താണ് ബീജശീർഷാഗ്രം എന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഹോർമോണുകളെ കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓക്സിൻ മാത്രമല്ല അല്ലെ, ഒത്തിരി വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ നമുക്കുണ്ട്. വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിൽ മാത്രമല്ല, ഇതിപ്പോൾ സസ്യങ്ങളിൽ നടത്തിയ പരീക്ഷണമായിരുന്നു അല്ലേ, ജന്തുക്കളിലും ഇത് ഒത്തിരി വിവിധ തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഹോർമോണുകൾ അവർക്ക് ചില പ്രത്യേക ലക്ഷ്യകോശങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏത് കോശത്തിനാണോ ഹോർമോണുകൾ ആവശ്യമുള്ളത് ആ കോശത്തിൽ മാത്രമേ ഹോർമോണുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അങ്ങനെ എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഒരു ഹോർമോൺ, ഓക്കെ, ഈ സെന്റൻസ് ശ്രദ്ധിക്കുക, ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിൻ്റെ ലക്ഷ്യകോശം എന്ന് പറയുന്നു. ഓക്കെ, ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിൻ്റെ ലക്ഷ്യകോശം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ആണ്, എന്താണ് ലക്ഷ്യകോശം എന്നത്. ഓക്കെ, ലക്ഷ്യകോശം എന്നാൽ ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോൺസ് എപ്പോഴും അല്ലെ ഉണ്ടാകുന്നുണ്ട്, ധാരാളം ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഹോർമോണും ശരീരത്തിലെ ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട് അല്ലേ, ഈ എല്ലാ കോശങ്ങളിലും എല്ലാ ഹോർമോണും പ്രവർത്തിക്കുന്നില്ല. ഒരു കോശത്തിൽ മാത്രമാണ്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു കോശത്തിൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഹോർമോൺ പ്രവർത്തിക്കുന്ന ആ ഒരു കോശത്തെ, ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശമാണ് എന്ത്? ലക്ഷ്യകോശം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഗ്രന്ഥികളുണ്ട് അല്ലെ. ഗ്രന്ഥികൾ എന്ന അവയവങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥികളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഗ്രന്ഥികളും ഒരുപാട് ഹോർമോണുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അത് വേറൊരു ഭാഗമാണ്. എന്നാലും ഒരു എക്സാമ്പിൾ പറയാം അല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലേ. പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഇത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ലക്ഷ്യകോശം എന്ന് പറഞ്ഞതിൽ ചിലർക്കെങ്കിലും സംശയം കാണും അല്ലേ. അപ്പൊ നമുക്ക് ആ സംശയം ഒന്ന് തീർക്കാം. ഇപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണല്ലോ ഇൻസുലിൻ. ഈ ഇൻസുലിൻ എപ്പോഴാണ് കൂടുതലായിട്ടുണ്ടാവുക എന്നറിയാമോ? ശരി, നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പെട്ടെന്ന് വർദ്ധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആഹാരശേഷം ഇൻസുലിൻ ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കും. നേരെ ഇൻസുലിൻ പോകുന്നത് നമ്മുടെ രക്തത്തിലേക്കാണ് അല്ലേ. നമ്മുടെ ശരീരത്തിലെ എല്ലാ സാധനങ്ങളും എന്തോ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, നമുക്ക് വേണ്ടുന്ന പോഷക ഘടകങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും എല്ലാം രക്തത്തിലൂടെയാണ് എല്ലായിടത്തും എത്തുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ രക്തത്തിൽ നിന്ന് ഇൻസുലിൻ അതിന് പ്രവർത്തിക്കേണ്ടുന്ന ശരീരഭാഗങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ്? എല്ലാ ഭാഗത്തും ഇൻസുലിൻ പോവില്ല. നമുക്ക് ഈ ഇൻസുലിൻ പോകുന്നത് എവിടേക്കായിരിക്കും? നമ്മുടെ ലിവർ, കരളിലേക്ക്, പിന്നെ ഫാറ്റ് സെൽസ്, നമ്മുടെ കൊഴുപ്പ് ധാരാളമായിട്ടുള്ള ശരീരഭാഗങ്ങളിൽ, പിന്നെ ഉള്ളത് എവിടത്തേക്കാണ്? മസിൽസ്, പേശികളിൽ, ഇവിടെയൊക്കെയാണ് ഇൻസുലിൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെയുള്ള നമ്മുടെ കരളിലെ കോശങ്ങളിലേക്കും ഫാറ്റ് സെല്ല്, അഡിപ്പോസ് സെല്ല് എന്ന് പറയും, ഫാറ്റ് സെല്ലിലേക്കും നമ്മുടെ മസിൽ സെല്ല് അല്ലെങ്കിൽ പേശി കോശങ്ങളിലേക്കും ഒക്കെയാണ് ഈ ഇൻസുലിൻ പോവുക. മറ്റുള്ള കണ്ണിലെയും കാലിലെയും ചെവിയിലെയും നാവിലെയും ഒന്നും കോശങ്ങളിലേക്ക്
ഈ ഇൻസുലിൻ പോവില്ല. ഓക്കെ, അങ്ങനെ പോകില്ല. ഇനി അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഹോർമോണുകൾ അവരുടെ ലക്ഷ്യകോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ലക്ഷ്യകോശമാണ്. ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ലക്ഷ്യകോശങ്ങളാണ് കരളിലെ കോശങ്ങൾ, കൊഴുപ്പ് കോശങ്ങൾ, പേശികോശങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? മറ്റേത് അവയവത്തിലെയും കോശങ്ങളിൽ ഇൻസുലിൻ പോകുന്നില്ല. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് ലക്ഷ്യകോശം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓരോ ഹോർമോണും അവരുടെ ലക്ഷ്യകോശങ്ങളെ കണ്ടെത്തുന്നത്? നമുക്ക് നോക്കാം അല്ലേ. എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട്? ഇതൊരു കോശമാണെന്ന് വിചാരിക്കാം. ഓക്കെ, വെറുതെ ഒരു റഫ് ഡയഗ്രം ആണ്. ഇതൊരു കോശമാണെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ ഒരു 2-3 കോശങ്ങൾ വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ 2-3 കോശങ്ങളുണ്ട്. അപ്പോൾ ഇൻസുലിൻ വരികയാണ്. ഇത് ലിവറിലെ കോശമാണെന്ന് വിചാരിക്കും. ഇത് വേറെ ഏതെങ്കിലും, ഇപ്പം നമുക്ക് കണ്ണ്, അല്ലെങ്കിൽ ഇതൊരു ഹാൻഡ്, ചുമ്മാ നമ്മൾ അങ്ങനെ ഒന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇൻസുലിൻ വന്നു കഴിഞ്ഞ് ഇതിനെല്ലാ കോശങ്ങൾക്കും എന്തുണ്ടെന്ന്, ഏത് ഹോർമോൺ വന്നാലും റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്റർ എന്നാണ് പറയുക. എല്ലാ കോശങ്ങളിലും ഈ സംഭവം ഉണ്ട്. റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം എല്ലാ കോശങ്ങളിലും ഉണ്ട്. പക്ഷേ ഇൻസുലിൻ വന്നു കഴിയുമ്പോൾ, ഇൻസുലിൻ ഒരു ഹോർമോൺ ആണല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഹോർമോൺ. ഈ ഹോർമോൺ വന്നു കഴിയുമ്പോൾ ഈ റിസപ്റ്ററിൽ മാത്രമേ ഇൻസുലിൻ ഫിക്സ് ആവുള്ളൂ. ഓക്കെ, ഈ റിസപ്റ്ററിൽ മാത്രമേ ഇൻസുലിന് കമ്പൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ഒന്നും അത് പോവില്ല. കാരണം ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശം എന്നത് കരളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇത് സംഭവിക്കുക. എന്നിട്ട് ഇൻസുലിൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കരൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്യും അല്ലേ. ഇൻസുലിന്റെ പണി എന്താ? ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ ധർമ്മം. അപ്പൊ ലിവർ, ഈ ഒരു ഹോർമോൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലിവർ എന്ത് ചെയ്യും? രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്യാനുള്ള പ്രവർത്തനം ആരംഭിക്കും. ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതാ, ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ അതിനനുയോജ്യമായ റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. കണ്ടോ, എല്ലാ കോശത്തിലും എന്തുണ്ട്? ഈ റിസപ്റ്റർ ഉണ്ട്. പക്ഷെ ഹോർമോൺ വരുമ്പോൾ അതിനനുയോജ്യമായ റിസപ്റ്ററിൽ മാത്രമേ അത് അറ്റാച്ച് ചെയ്യുള്ളൂ. ഈ റിസപ്റ്റർ കാണപ്പെടുന്നത് കോശസ്തരത്തിലും കോശത്തിനകത്തും ഈ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ സംയുക്തമാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്തൊക്കെയോ ഒരു ടഫായിട്ട് തോന്നുന്നുണ്ടോ? മനസ്സിലാകാത്ത പോലെ തോന്നുന്നുണ്ടോ? ശരി, നമുക്കത് ക്ലിയർ ആക്കാം. ഇപ്പോ ഒരു ഹോർമോൺ വന്നു. ഹോർമോൺ വന്നിട്ട് ലക്ഷ്യകോശത്തിലെ റിസപ്റ്ററുകളിൽ അറ്റാച്ചായി. എവിടുത്തെ റിസപ്റ്ററുകൾ? ലക്ഷ്യകോശത്തിലെ. അതിന്റെ കോശത്തിന് മാത്രമേ അത് ഫിക്സ് ആവുള്ളൂ. ഓക്കെ, ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെയാണ്. നമ്മുടെ എല്ലാ ലോക്കിനും അല്ലെങ്കിൽ എല്ലാ പൂട്ടിനും എല്ലാ കീയും മാച്ച് ആവോ? അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മെയിൻ ലോക്ക് എന്ന് പറയുന്നത് അതിനായിട്ട് ഒരു കീ ഉണ്ടാവും അല്ലേ. ഏതെങ്കിലും ഒക്കെ കീ ഇട്ടിട്ട് നമുക്ക് തുറക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഓരോ ഹോർമോണിനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസപ്റ്ററുകളുണ്ട്. ലക്ഷ്യകോശത്തിലെ റിസപ്റ്ററുകളുണ്ട്. ഇങ്ങനെ ഹോർമോണും റിസപ്റ്ററുകളും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. രണ്ടും കൂടെ. അപ്പോൾ ഇതൊരു കോശം, ഇത് റിസപ്റ്റർ. ഓക്കെ, ഇപ്പൊ ഉണ്ടാവുന്ന ഇതൊരു ഹോർമോൺ, കോശമല്ല കേട്ടോ, ഇത് ഹോർമോൺ, ഇത് റിസപ്റ്റർ. ഓക്കെ, ആൻഡ് നമുക്ക് കിട്ടുന്നത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അതെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇത് ഹോർമോൺ ആണ്. ഇതിങ്ങനെ ഹോർമോൺ വന്നു ഏത്? ഈ റിസപ്റ്ററിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കൂ. ഇത് എ എന്ന ഒരു ഹോർമോണാണ്. ഈ റെഡ് കളറിൽ കാണുന്നത് ഇത് എ എന്ന ഹോർമോണാണ്. ഇത് ബി എന്ന ഒരു ഹോർമോണാണ്, ഈ ഒരു ഗ്രീൻ കളർ. ഓക്കെ, ഇപ്പോ ഹോർമോൺ എയുടെ ടാർഗറ്റ് സെല്ല് ലക്ഷ്യകോശമാണ് ഇത്. ഹോർമോൺ ബിയുടെ ലക്ഷ്യകോശമാണ് ഇത്. പക്ഷേ വേറൊരു കോശമുണ്ട്,
എയും പറ്റും ബി എയും പറ്റും. ഹോർമോൺ എയും അത് സ്വീകരിക്കും, റിസീവ് ചെയ്യും. ഹോർമോൺ ബി എയും പറ്റും. കണ്ടോ? അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ഹോർമോൺ എക്ക് മാത്രം റിസപ്റ്റേഴ്സ് ഉണ്ട്, ഇത് ഹോർമോൺ ബിക്ക് മാത്രം ബ്ലൂ കളർ. ഇത് രണ്ടുള്ളത് എക്കും ബിക്കും. മനസ്സിലായോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്? ഓക്കെ, ഇതാണ്. ഇനി ഇപ്പൊ നോക്കൂ, ഒരു ലോക്ക് ഉണ്ട്, ഒരു കീ ഉണ്ട് അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുക. ഇതിനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഇങ്ങനെ ലോക്കും കീയും സെപ്പറേറ്റ് അവിടെ ഇവിടെ എടുത്ത് വെച്ച് നമുക്ക് വല്ല ഗുണമുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ധർമ്മം നിർവഹിക്കപ്പെടുമോ? ലോക്കിന്റെ ധർമ്മം നിർവഹിക്കപ്പെടുമോ? രണ്ടും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇല്ലല്ലേ, ഇവിടെ ഒന്നും നടക്കില്ല, ഒരു പ്രവർത്തനവും നടക്കില്ല. ബട്ട് ഇവിടെ നോക്കൂ, ഇപ്പൊ കീ അതിനകത്തേക്ക് ഇട്ടു അല്ലേ, ഇതാണ് നമ്മുടെ ഹോർമോൺ, ഇതാണ് ഈ ഒരു കീ ആണ് ഹോർമോൺ. ഓക്കെ, ലോക്കാണ് റിസപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ കീ എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആയിട്ടും, ഓക്കെ, ആൻഡ് ലോക്ക് എന്ന് പറയുന്നത് സെല്ലിലെ റിസപ്റ്റർ ആയിട്ടും, ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശത്തിലെ റിസപ്റ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്നും അവിടെ സംഭവിക്കില്ല, അല്ലെങ്കിൽ ലോക്കിന്റെയും കീയുടെയും ധർമ്മം നിർവഹിക്കപ്പെടുന്നില്ല. പക്ഷെ ഇതിങ്ങനെ ഒരുമിച്ച് ഒരു കോംപ്ലക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലേ, അതായത് ധർമ്മം നിർവഹിക്കപ്പെടും. അത് ഓപ്പൺ ചെയ്ത് റൂമിനകത്തൊക്കെ അൽമാരയാണെങ്കിൽ അൽമാര എന്താ ഓപ്പൺ ചെയ്യാന്നുള്ള ധർമ്മം നിർവഹിക്കപ്പെടുന്നു അല്ലേ. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണും റിസപ്റ്ററും കൂടെ നമ്മുടെ സെല്ലില് ഒരു കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ സെല്ലില് രാസപ്രവർത്തനം നടക്കും. ഓക്കെ, രാസപ്രവർത്തനം അത് എന്താണ്? ഇൻസുലിന്റെ കേസിലാണെങ്കിൽ എന്താണ് രാസപ്രവർത്തനം? ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളൊരു പ്രവർത്തനം അവിടെ ആരംഭിക്കും. ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്യകോശത്തിലേക്ക് എത്തുന്നത് എങ്കിൽ, അവിടെ നടക്കുന്ന രാസപ്രവർത്തനമാണ് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്നും ആഗിരണം ചെയ്യുക എന്നുള്ള ധർമ്മം. ഓക്കെ, ജന്തുക്കളിൽ അന്തർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെ ലക്ഷ്യകോശങ്ങളിൽ എത്തും. സസ്യ ഹോർമോണുകൾ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ വിത്തുകളിലോ തളിരിലകളിലോ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓർത്തു വയ്ക്കുക കേട്ടോ. ജന്തുക്കളിലാണെങ്കിൽ, ഓക്കെ, മൃഗങ്ങളിലും മനുഷ്യരിലും, അതായത് ജന്തുക്കളിലാണെങ്കിൽ നമ്മുടെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്, അന്തർസ്രാവീയ ഗ്രന്ഥികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അന്തർസ്രാവീയ ഗ്രന്ഥികൾ ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ. തൈറോയിഡ് ഉണ്ട്, ഇങ്ങനെയുള്ള ഗ്രന്ഥികൾ, തൈറോയിഡ് പഠിച്ചില്ലേ, തൈറോക്സിൻ, പാൻക്രിയാസ് ഗ്രന്ഥിയുണ്ട്, പീനിയൽ ഗ്രന്ഥിയുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. അവരെല്ലാം ഓരോ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു, എന്നിട്ട് രക്തത്തിലേക്ക് ആ ഹോർമോണുകളെ വിടുന്നു. രക്തത്തിലൂടെ ഇത് ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ ലക്ഷ്യകോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായിട്ട് അവരവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. സസ്യങ്ങളിലാണെങ്കിൽ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിൽ അല്ലെങ്കിൽ വിത്തുകളിൽ, തളിരിലകളിലൊക്കെയാണ് ഹോർമോണുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ കോശങ്ങളിൽ നിന്നും കോശങ്ങളിലേക്കും മറ്റു കോശങ്ങളിലേക്കും, അല്ലെങ്കിൽ സൈലം, ഫ്ലോയം തുടങ്ങിയവയിലൂടെ, സൈലം ഫ്ലോയം ഒക്കെ അറിയാലോ. സൈലം ആണെങ്കിൽ ചെടികളില് വെള്ളം, ജലത്തെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതാണ്. അങ്ങനെ ഇലകളിൽ വെച്ച് വെള്ളമൊക്കെ കിട്ടി ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്ത് ഫ്ലോയത്തിലൂടെ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കും അല്ലേ. അപ്പം സൈലവും ഫ്ലോയും ആണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് തുല്യമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് സസ്യത്തിലെ സൈലവും ഫ്ലോയും. അപ്പൊ സൈലത്തിലൂടെയോ ഫ്ലോയത്തിലൂടെയോ ഈ ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യരിലാണെങ്കിൽ രക്തത്തിലൂടെയും, സസ്യങ്ങളിലാണെങ്കിൽ ജന്തുക്കളിലാണെങ്കിൽ രക്തത്തിലൂടെയും, ഓക്കെ, ജന്തുക്കളിലാണെങ്കിൽ ഹോർമോണുകൾ രക്തത്തിലൂടെയാണ് പോകുന്നത്. സസ്യങ്ങളിലാണെങ്കിൽ സൈലം, ഫ്ലോയം. ഓക്കെ, ഇത് രണ്ടിലൂടെയാണ് സംവാഹനം നടത്തപ്പെടുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇതിന്റെ ബാക്കി നമുക്ക് ഒരുപാട് ഹോർമോണുകളെ കുറിച്ചും അവരുടെ ധർമ്മത്തെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.